താങ്ങേ എന്റെ അമ്മോ. ആ പള്ളിയിറക്കം കഴിഞ്ഞാ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയറിയിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. വേഗം സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ആ ബുക്കാറോ ട്രെയിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ല വീട്. കൈവച്ച് ബുക്കാറോ എന്ന് പറഞ്ഞ ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. ചിന്നക്കുട്ടി വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച് എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയെ പോയെ പോയെ. ഇഡലി ഗർഭ, ദോശ ഗർഭ, ബടാ ഗർഭ. ഇഡലി ദോശ വട ഗർഭ. അമ്മേ ശ്വാസം നേരെ വീണ്. വിശക്കുന്നുണ്ടല്ലേ? ആ ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ നയി ഇല്ല. ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. ആ ദുഷ്ടൻ അവൻ എനിക്ക് പൈസ തന്നില്ല. പൈസ ഭാഗ്യം. പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. ദൈവമേ, എത്ര കാലമായി 50-ന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം. അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ. എന്ത് പോയ കാര്യം എന്തായിരുന്നു? RC ബുക്ക് കൊടുത്താ പൈസ തരാന്ന്. അതങ്ങോട്ട് കൊടുത്തേക്കായിരുന്നില്ലേ? അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലക്കെടുത്ത് വെക്കാനാ? രാവിലെ ആ അലവലാതി പെണ്ണ കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളൂ. അമ്മേ ഇവിടെ വാടാ. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ദേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്തു വന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഇതേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാരം കേട്ടോ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്? ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണമെന്ന്. നീ ഒരു 10 രൂപ കണ്ടെന്ന് കിട്ടണ ബസ്സിൽ കയറ്റി വിട്ടോളാം. എന്റെ 5 പൈസ ഇല്ലേ? കള്ളം പറയരുത്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. നീ എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5-ന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ. ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. എടാ എന്റെ 5-ന്റെ പൈസ ഇല്ല. എടാ എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ, ഇങ്ങോട്ടാ അങ്ങോട്ടല്ല. സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ അതിങ്ങനെ ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഉണ്ണിയുണ്ട്. ആ 2 ഉണ്ണിയപ്പോ ഒരു ചായ എടുക്ക്. അതിനും വേണ്ടേ? അവിടെ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി അവിടെ ഉള്ളൂ. ആരടാ അവളൊന്ന്? ഓഹോ, കച്ചവടം തുറക്കുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുറക്കില്ലടാ. സാറേ അത് ഇവന്റെ പെങ്ങളാ. രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. ഇവൻ പറയുന്നത് ശരിയാണോടെ വെച്ചേ? ബാസന്തി ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി. പിന്നെ ഞാനും. ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോന്ന്? എന്താടാ അവള് പറഞ്ഞത്? സത്യത്തിൽ ഈ ഭ്രാന്തിയാണ് സാർ. കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണത്തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റുക? ഓ മൈ ഗോഡ്. നിനക്ക് ഞാനില്ല, വിഷമിക്കല്ലേ നീ. സുന്ദര വിഷമിച്ചിട്ടല്ല സാറ് ഷൂസ് ഇട്ട് ചവിട്ടികളെ എന്റെ കാലം. എത്ര വയസ്സായി? കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങടാ. കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറുമില്ല. ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ പറ്റേ. നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയി. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ? പെൺവാണിപ്പാണോന്ന്. ഇനി അതും കൂടി മതി, ബാക്കി അല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ? എവിടെ നടി 50 രൂപ? ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്ത്. എടാ നീയല്ലേ എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്ത് നിന്റെ 5-ന്റെ പൈസ ഇല്ലെന്ന്.
5ന്റെ പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞേ? ഇത് 50 രൂപയാ. അവളെ കൊണ്ടേ കളയടാ. പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ. ബസ്സിൽ കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയുന്നതിന് എന്തിനാ 100 രൂപ? ബസ്സില പെങ്ങാമരം കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഒട്ടനെ പോവുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്? എടാ, ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. തേണ്ടി 50 രൂപ ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടോറിക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ടേ കളഞ്ഞേ. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും. സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലോറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. എടാ, പാണ്ടിലോറി ഇടിച്ചു ചത്താലും ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. എടാ, നീ അവളുടെ പാട്ടൊക്കെ എടുത്തോണ്ട് പോയേ. പോവാനുള്ള ഉദ്ദേശം ഉണ്ടോ? ദുഷ്ടൻ. ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ലട്ടാ. ഇങ്ങോട്ട് വാ ചവ. എന്റെ കൈ അത്. ശവത്തിന്റെ കൈ മാറിപ്പോയി. ഇങ്ങോട്ട് വാ. വൃത്തിയായിട്ടത് കുളിക്കാണ്ടടക്ക. ഇനി അവനാണോ? നീയെപ്പെത്തി? ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ ഇറച്ചി? അല്ല, ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി ചോദിക്കും. കുത്തണില്ല. അമ്മോ, നീ വല്ലതും കഴിച്ചാ? ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ 3/4 ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ. ഈ കുപ്പിയും കൊണ്ട് പോകും പിശാചി. ഗുഡ് മോർണിംഗ് സാർ. എന്താടാ പോയി. എന്താടാ ഇത്? അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ചില്ലി? ഒരു കുപ്പി പൊട്ടിയതാ സാറേ. കുപ്പിയാ? അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിന് തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. കുരുമുളക? അല്ല, ഉപ്പിന്റെ അസുഖമുണ്ടേ. അതെ, ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? പെങ്ങളാ? നിന്റെ സിസ്റ്റർ. അവൾ ഉറങ്ങിയ ആശുപത്രിയില. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. ജാത? അല്ല, ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ, പെങ്ങളിന്ന് ഇവനാ. എടാ തെണ്ടി, തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലടാ ഇവളും ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവളെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായം ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. ഇനി ഈ സ്റ്റെപ്പ് വിട്ടോള് പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ഞാൻ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ? സാറിന് വേറെ ജോലിയില്ലേ? അല്ല പറഞ്ഞ. അല്ല, ഞങ്ങള് വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ പേരിച്ച് എന്നെന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും. നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയല്ലടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വേറെ 10 രൂപയുള്ളൂ. എടുക്കണേ 90 രൂപ. $8 രൂപ, ബാക്കി 92 രൂപ ഞാൻ തിന്നു. കൊല്ലും ഞാനിന്ന് അവളെ. എടാ വേണ്ടടാ. കൊറേ ദിവസമായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്. ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ? അമ്മേ, അമൃതാഞ്ജനുണ്ട്, വേണ? കയ്യിൽ വെച്ചോ, ആവശ്യം വരും. പാവം. എന്താ